എല്ലാവർക്കും നമസ്കാരം. ഫീ വേവർ, FLR ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ സോളിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അഡ്വക്കേറ്റ്സിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഫീ വേവർ അല്ലെങ്കിൽ FLR എന്ന് പറയുന്നത് ഫർദർ ലീവ് ടു റിമെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് വിസയിലാണോ ഇവിടെ ഉള്ളത്, ആ വിസയുടെ സെയിം സ്റ്റാറ്റസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇവിടെ കുറച്ച് കാലം കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരു വിസയിലേക്കൊക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പീരീഡ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന FLR എന്ന് പറയുന്നത്. അപ്പോൾ ഈ FLR ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് നമുക്ക് ചിലവുണ്ട്. അതിൻ്റെ ഒരു ഫീസും അതുപോലെ IHS എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഫീ വേവർ ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സോളിസിറ്ററോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വക്കീലിനോ ഒക്കെ കൊടുക്കുന്ന ഫീസ് മാത്രമേ ഫീ വേവറിന് നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. പക്ഷേ FLR എന്ന് പറയുമ്പോൾ വക്കീലിൻ്റെ ഫീസും വേണ്ടി വരും, പറയപ്പെടുന്ന പോലെ തന്നെ ഈ പറയപ്പെടുന്ന ഈ ചാർജും കാര്യങ്ങളൊക്കെ അതും നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ ഫീ വേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിവൃത്തിയില്ല, ഇവിടെ നിൽക്കാൻ ഒരു നിവൃത്തിയില്ല, കയ്യിൽ ഒട്ടും പൈസ ഇല്ല, എങ്ങനെയും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന ഫീ വേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അല്ലാത്ത ആളുകളൊക്കെ നിർബന്ധമായിട്ട് FLR ചെയ്യണം എന്നാണ് ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അല്ലാത്ത ആളുകളൊക്കെ FLR ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഫീ വേവർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 6 മാസം 1 വർഷമൊക്കെ ടൈം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഷോർട്ട് പീരീഡ്, ഒരു 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം 1 മന്ത് ഒക്കെ മാത്രമാണ് ഈ പറയപ്പെടുന്ന ഫീ വേവർ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീ വേവർ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് നേരിട്ട് FLR ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീ വേവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വക്കീലിന് അല്ലെങ്കിൽ സോളിസിറ്ററിന് നമ്മളൊരു ചാർജ് നമുക്കുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾ സോളിസിറ്റർ വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓരോ സോളിസിറ്റേഴ്സ് 500 മുതൽ 1000 പൗണ്ട് വരെ മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയപ്പെടുന്ന പോലെ നേരിട്ട് FLR ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മെച്ചം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. എന്താണെങ്കിലും ഫീ വേവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പീരീഡ് മാത്രമേ നിങ്ങൾക്ക് ടൈം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീ വേവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ നേരിട്ട് അടുത്ത FLR ചെയ്യാനുള്ള സെറ്റപ്പ് നിങ്ങൾ റെഡി ആയിരിക്കണം. അതായത് ഈ പറയപ്പെടുന്ന പോലെ നിങ്ങളുടെ അടുത്ത് ഫണ്ട് നിങ്ങൾ സെറ്റ് ആയിരിക്കണം. ഫീ വേവർ FLR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IHS എമൗണ്ടും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പോലെ അതിൻ്റെ ഫീസും. അപ്പം ചില സോളിസിറ്റേഴ്സ് പറയുന്നുണ്ട് രണ്ടും ഒരുമിച്ച് അടക്കണം എന്ന് പറയുന്നുണ്ട്. ചില സോളിസിറ്റേഴ്സ് പറയുന്നുണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ആദ്യം ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ ചെയ്തതിന് ശേഷം ബയോമെട്രിക്കിന്റെ സമയത്ത് മാത്രമാണ് IHS അടച്ചാൽ മതി എന്ന് ചില സോളിസിറ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക എങ്ങനെയാന്നുള്ളത്. പിന്നെ ഈ പറയപ്പെടുന്ന ഈ ഫീ വേവർ ആണെങ്കിൽ FLR ആണെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. രണ്ടാമതാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഡീഷണൽ ഡോക്യുമെന്റ്സിലാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മെയിൻ ആയിട്ട് ഫീ വേവറിനാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ഫണ്ട് വരുന്നുണ്ടോ ഫണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 250 പൗണ്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ 200 പൗണ്ടിന്റെ മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും റീസൺ നമ്മൾ കാണിക്കണം. ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയപ്പെടുന്ന ബാങ്ക് ട്രാൻസാക്ഷൻസ് പരമാവധി നിങ്ങൾ കുറക്കണം. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സുള്ള ട്രാൻസാക്ഷൻസ് പരമാവധി കുറക്കുക. അല്ലാതെ നിങ്ങൾ ഗ്രോസറി വാങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂവൽ അടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ റെന്റ് പേ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ഏജൻസിക്കാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നിങ്ങൾ റെന്റ് പേ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ആണെങ്കിൽ അതൊക്കെ പരമാവധി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി ആ രീതിയിലേക്ക് നിങ്ങളെ ട്രാൻസാക്ഷൻസ് പരമാവധി കുറക്കുക. കാരണം 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അത് ഈ പറയപ്പെടുന്ന ഫീ വേവറിനും FLRനും കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസാക്ഷൻസ് പരമാവധി 200 പൗണ്ടിന്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് പരമാവധി കുറക്കുക, നാട്ടിലേക്ക് അയക്കുന്നതാണെങ്കിൽ കൂടി. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോളിസിറ്ററിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
അതിപ്പം ഈ ഫീ വേവർ ആയിക്കോട്ടെ, FLR ആയിക്കോട്ടെ, എന്ത് വിഷയത്തിലും ആയിക്കോട്ടെ, നമ്മൾ സോളിസിറ്ററിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളത് നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ട് വേണം സോളിസിറ്റർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില സോളിസിറ്റേഴ്സിന് ഒരു കുന്തും അറിയില്ല, ഒരു മണ്ണാങ്കട്ടി അറിയില്ല. അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ നാട്ടിലെ ഈ അക്ഷയയിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയാമെന്നല്ലാതെ ഇവിടുത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു അപ്ഡേഷനും ഇല്ലാത്ത ആളുകളാണ് ഈ പറയപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2-3 ആൾക്കാരെ വിളിച്ച് അന്വേഷിച്ച് അവരെ എമൗണ്ടും ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ചില ആളുകൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളെ സംശയം ചോദിക്കാൻ പോലും ചിലപ്പോൾ അവർ ഫീസ് ചോദിക്കും. അങ്ങനെയാണ്. അപ്പോൾ ചെറിയൊരു ഫീസ് കൊടുത്തിട്ടാണെങ്കിൽ പോലും കാര്യങ്ങൾ പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു 3-4 ആളെടുത്ത് നിന്ന് 3-4 സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മളെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ പിന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും ഫീ വേവർ 2 പ്രാവശ്യം ചെയ്യരുത്. ഒരൊറ്റ പ്രാവശ്യം റിജക്റ്റ് ആയ ഉടനെ തന്നെ നമ്മൾ FLRലേക്ക് മാറിയിരിക്കണം. കാരണം രണ്ടാമത് നമ്മൾ ഫീ വേവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ മൊത്തം റിജക്റ്റ് ആവും. നമ്മളിവിടെ നമുക്ക് മറ്റ് വിസയിലേക്ക് മാറുന്നതിനോ അല്ലെങ്കിൽ രണ്ടാമത് FLR ചെയ്യുന്നതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഓക്കെ, താങ്ക് യു.